ഒരു സിനിമയാകുമ്പം ടി വിയിൽ ഞാൻ തിയേറ്ററിൽ അധികം പോയിട്ടില്ല ചെറുപ്പത്തിൽ. അപ്പം ടി വിയിൽ വരുമ്പം അത് അവാർഡ് പടമാണ്, സ്ലോ ആണ് ആ സിനിമ, അത് കാണണ്ട, വേറെ ഏതെങ്കിലും പടം നോക്ക്, കുറച്ച് ഫാസ്റ്റായിട്ടുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇങ്ങനെ ഒരു കമൻറ്റാണ് പറയുന്നത്. നമ്മുടെ പോസ്റ്ററിൽ കുറേ അവാർഡ്സിൻ്റെ ഇതുണ്ടല്ലോ, അപ്പം അത് കാണുമ്പോഴേ പറയുന്നത് അത് അവാർഡ് പടമാണ്, സ്ലോ ആയിരിക്കും, അത് കണ്ടാൽ നമുക്ക് വെറുതെ എന്തിനാ പോണേ, സ്ലോ ആയിരിക്കും എന്നുള്ളൊരു സ്ലോ, ലാഗ്, ഈ പറയുന്ന ഒരു വേർഡ്സ് നമുക്ക് ഇതിനോട് യോജിപ്പിക്കാൻ പറ്റില്ല. ആ ഒരു വേർഡ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ തിയേറ്ററുകളിലും പോകുന്നുണ്ട്, റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എല്ലാവരെയും അറിയിക്കുന്നുണ്ട്, ഇതൊരിക്കലും ഒരു സ്ലോ പടമല്ല, നിങ്ങൾക്ക് ചിരിച്ച് ആസ്വദിച്ച് വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് അവാർഡ് കിട്ടി, ബിക്കോസ് നല്ല സിനിമയായതുകൊണ്ട്, അംഗീകരിച്ചത് കൊണ്ട് നമുക്ക് അവാർഡ് കിട്ടി. അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. അതൊരിക്കലും ഞങ്ങൾക്കൊരു ഭാരമല്ല. പക്ഷേ ഇതൊരു ഫാസ്റ്റ് ഫൺ അങ്ങനത്തെ ഒരു സിനിമയാണ്, മുഷിപ്പിക്കാത്തൊരു സിനിമയാണ്. ലളിതവും സുന്ദരവുമായ ഒരു പടമാണ്. കുമാർജി ഓഡിയൻസ് റെസ്പോൺസും തിയേറ്റർ റെസ്പോൺസും ഒക്കെ കണ്ടല്ലോ. നമ്മളിപ്പോ ഇതേ സമയത്ത് വേറെ പല പടങ്ങളും റിലീസ് ആവുന്നുണ്ട്, ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ ആസ് എ ലീഡ് ആക്ടർ ഇൻ ദിസ് സിനിമ എന്താ പറയാനുള്ളത്, എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. മറ്റുള്ള സിനിമയും നമ്മളെ സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നില്ല ഇപ്പോൾ. അതായത് ഓഡിയൻസ് പല രീതിയിലാണ്. ചിലർക്ക് മാസ്സായിരിക്കണം, ചിലർക്ക് ഭയങ്കര ഫീൽ ഗുഡ് ഫിലിം ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക എൻ്റർടൈൻമെൻ്റ് ആയിരിക്കണം. ഇപ്പോൾ സത്യനന്തിക്കാട് എന്നൊരു പേര് കണ്ടാൽ തന്നെ നമ്മളെ ഉള്ളിൽ ഏകദേശം ആ സിനിമേൻ്റെ ഒരു കുടുംബചിത്രം എന്നുള്ളതുണ്ടായിരിക്കും. ഷാജി കൈലാസ് സാറിൻ്റെ ഒരു പേര് കണ്ടാൽ അറിയാം, ഒരു മാസമായിരിക്കും. അങ്ങനെ ഓരോ സിനിമേൻ്റെ റൈറ്ററും ഡയറക്ടറും പേര് കാണുമ്പോൾ തന്നെ ഓഡിയൻസ് തിയേറ്ററിലായിരിക്കുമ്പോൾ അവർ തന്നെ ഒരു പ്രജുഡിസ്റ്റുകൾ, മുൻവിധികളുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു മുൻവിധി എടുക്കാൻ പറ്റിയിട്ടില്ല. ആകെ കിട്ടിയത് പിന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള അവാർഡുകൾ ധാരാളം അവാർഡുകൾ മാത്രമല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഷംല പറഞ്ഞ പോലെ തന്നെ അവാർഡുകൾ കിട്ടിയൊരു പടമല്ലേ. അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് പേരൊരു പ്രശ്നമാണെന്ന്, പേരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടത്. അങ്ങനെയല്ല, സാധാരണ ജനങ്ങളിലേക്ക് നമ്മൾ ഈ ഫെമിനിസം, ഫെമിനിസ്റ്റിൽ നിന്നാണല്ലോ ഈ ഫെമിനാസിയും ഫെമിനിറ്റിയും ഒക്കെ വന്നത്. അപ്പൊ അങ്ങനെ ഒരു പേര് വന്നത് കൊണ്ട് ഞാൻ ആരുടെ സംസാരിച്ചപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോ പേരാണോ ഇതിന്റെ ഒരു പ്രോബ്ലം എന്നുള്ള പോലെ. പേര് ഒരിക്കലും പ്രോബ്ലം അല്ല. ഇത് പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ സ്ലോലി ഒരു ഉമിക്ക് തീ പിടിച്ചാൽ പോലെ സ്ലോലിയാണ് ഇത്, ഗ്രാജുവലി ആണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്, ഇതിന്റെ പബ്ലിസിറ്റി. നേരെ മറിച്ചിട്ട് ഇപ്പോൾ ഒരാൾ സിനിമ കണ്ടതിന് ശേഷം 30 ആൾ കണ്ടോ 20 ആൾ കണ്ടാലും ഒരാളോട് പറയുന്നത് എടാ നല്ല സിനിമയാട്ടോ, ഇതിൽ നിൽക്കുന്നു പോവുകയാണ്. പക്ഷെ നല്ല സിനിമയാണെന്നുണ്ട് അത് അത്രത്തോളം ഉൾക്കൊള്ളുന്നില്ല. ചിലർ നിർബന്ധിച്ച് പറഞ്ഞത് അതുകൊണ്ട് മാത്രം, അല്ലാണ്ട് ഒരു ടി വിയിലോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ടൗണിലോ പോസ്റ്ററുകളിലോ ഒന്നും ഒരു ബ്ലാസ്റ്റ് ആയിട്ടുള്ളൊരു പരസ്യം അങ്ങനെയൊന്നുമില്ല. ആളുകളുടെ അടുത്തേക്ക് പെട്ടെന്ന് ഇന്ന് പരസ്യമാണ് കൂടുതൽ ജനങ്ങളിലേക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് സിനിമയെക്കാളും പ്രൊമോഷനാണ്. ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ 4 ആളൊക്കെ പോയിട്ട് തിയേറ്ററിൽ സിനിമ വിട്ടാൽ കുറച്ച് ആളുകളെ കാണുന്നു, അവരോടുള്ള ഒരു ചെറിയ ഷെയറിങ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ പ്രൊമോഷനൊക്കെ വന്നു കഴിഞ്ഞാൽ സിനിമ ബ്ലാസ്റ്റ് ചെയ്യും.